ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പെരുന്നാളിൻ്റെ തിക്കും തിരക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോഴും പെരുന്നാൾ ഡ്രസ്സാണല്ലോ ഇട്ടിട്ടുള്ളത്. ഏട്ടൻ എൻ്റെ കെട്ടിയവനെ മേടിച്ചു കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അത് ആൾക്ക് ഇറക്കം കുറവായ കാരണം ഇട്ടില്ല. അപ്പോൾ ഞാനൊന്ന് ട്രയൽ നോക്കിയതാണ്, എനിക്ക് പാകമാണ്. അതുകൊണ്ട് അതിട്ടിട്ട് നമ്മൾ കസിൻസ് എല്ലാവരും കൂടിയിട്ട് ചാവക്കാടുള്ള ഫാം വില്ലയിൽ വന്നിരിക്കുകയാണ്. സംഭവം ഇതോടെ തുടങ്ങിയിട്ട് കുറച്ചായെങ്കിലും എൻ്റെ ഹസ്ബൻഡും ഏട്ടൻ്റെ വൈഫും കുറേയായി പോണം എന്ന് പറയുന്നു. പക്ഷെ എനിക്കും എൻ്റെ ഏട്ടനും ഈ മൃഗങ്ങളോട് അത്ര വലിയ താല്പര്യമില്ല, പേടിയാണ്. പക്ഷെ അവർ രണ്ടുപേരാണെങ്കിലും ഒടുക്കാത്ത മൃഗസ്നേഹികളും. നമുക്ക് കിട്ടുമ്പോൾ ഓപ്പോസിറ്റായിട്ടാണ് കിട്ടുകയെന്ന് പറയില്ലേ, അങ്ങനെ അവർ പോണം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ കസിൻസ് എല്ലാവരും കൂടി പോവാൻ പ്ലാൻ ചെയ്തിട്ട് ഇന്നൊരു ഇതെല്ലാവരും ലീവുമാണ്, പെരുന്നാളിൻ്റെ പിറ്റത്തെ ദിവസമാണ്. അപ്പോൾ എല്ലാവരും ലീവുമാണ്. അങ്ങനെ തട്ടിക്കൂടി പെട്ടെന്ന് തീരുമാനിച്ചിട്ട് പോയിട്ടുള്ളൊരു യാത്രയായിരുന്നു. കാണുമ്പോൾ പടയ്ക്കുള്ള ഒരാളായിട്ട് തോന്നുന്നില്ലേ? പക്ഷെ നമ്മൾ നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് പോയിട്ടുള്ളത്. നമ്മൾ ഇടയ്ക്കൊക്കെ സിനിമയ്ക്ക് പോകുമ്പോഴും ഇങ്ങനെ തന്നെയാണ് പോവാറ്. വരുന്ന വഴി എന്താ പറയുക, ഫുള്ള് വണ്ടിയിലിരുന്ന് അന്താക്ഷരിയും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടാണ് വന്നത്. നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ്. എല്ലാവരും കൂടി തിരികെ വന്നാലും പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻസും തമാശ പറയലും കളിയാക്കലുകളും ഒക്കെ കൂടിയിട്ട് സന്തോഷമുള്ള സമയം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 150 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. ചെറിയൊരു ഏരിയയേ ഉള്ളൂ. മാക്സിമം കുറേയൊക്കെ അവരെ കൊണ്ട് പറ്റുന്ന രീതിക്കുള്ള അനിമൽസിനൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് കൊടുത്ത് നമ്മൾ കയറുന്നതിനൊപ്പം നമുക്ക് ഓരോ പ്ലാവിൻ്റെ ഇല തന്നിട്ടുണ്ട്. നമ്മളത് ഡയറക്റ്റ് ഒരു ഒട്ടകത്തിനെയാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരുന്നു. അതിൽ കുഞ്ഞോന് മാത്രം ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അവനെ കൊണ്ട് നമ്മൾ നിർബന്ധിച്ച് കൊടുപ്പിച്ചു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അവൻ ഓണായി. അവൻ എല്ലാത്തിനും പിന്നാലെ നടന്ന് കൊടുക്കുകയായിരുന്നു. അവിടെ വെച്ച് അവൻ്റെ പേടി മാറി. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു നല്ല സമയം ഉണ്ടാവില്ലേ, അതുപോലെ എൻ്റെ കുട്ടിക്കാലം കളർഫുൾ ആക്കിയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ ഇവരൊക്കെ. എൻ്റെ അമ്മ വീട്ടിലെ കസിൻസാണ്. ഞങ്ങൾ 9 പേരായിരുന്നു. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദുരനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ 2 കസിൻസും ഞങ്ങളുടെ കൂടെ ഇപ്പം ഇല്ല. നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെയുള്ള എല്ലാ ഗെറ്റ് ടുഗദേഴ്സിനും നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ കുറേ പേരായിട്ട് നിങ്ങൾക്ക് കാണും കേട്ടോ. കാരണം എല്ലാവരുടെയും കല്യാണമൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് 3 ഏട്ടത്തിമാരെ കിട്ടി. പിന്നെ 2 പേർക്ക്, ഞാനടക്കം 3 പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്കൊക്കെ 3 കെട്ടിയന്മാരെ കിട്ടി. അതുകൊണ്ട് കുറച്ച് പടയൊക്കെ ആയിട്ട് തോന്നും. പിന്നൊരു കാര്യം, വന്നിട്ടുള്ള എല്ലാവരും ഏകദേശം ഒരേ വൈബാണ്. എൻ്റെ കുട്ടിയോന് പിന്നെ സിബ്ലിങ്സ് ഇല്ലാത്ത കാരണം ആള് പിന്നെ എല്ലാവരുമായിട്ട് കമ്പനിയാണ്. ഒന്നിച്ചിങ്ങനെ പോകാനും വരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ അടുത്തത് പോയിട്ടുള്ളത് കുതിരയുടെ അടുത്തേക്കായിരുന്നു. കുതിരയ്ക്ക് കൊടുക്കാനുള്ള പുല്ലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കഴുതാൻ ആദ്യമായിട്ട് കാണുന്ന കാരണമായിരിക്കും. കുഞ്ഞോൻ അപ്പം തന്നെ ചോദിച്ചു, ഇതെന്താ സാധനം? അപ്പം ഞങ്ങൾ കഴുതാന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, കഴുതിയാ, അതെന്താ? അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ കൊല്ലത്തിലൊരിക്കൽ ക്രിസ്മസിന് പുൽക്കൂടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൽ വെക്കാറില്ലേ, ആ സാധനമാണ് ഈ സാധനം. നമ്മൾ നടന്നു പോകുമ്പോൾ ലോഡൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ മൃഗത്തിനായിരുന്നു എടുത്തിരുന്നതെന്ന്. അപ്പോൾ എടുത്ത വഴിക്ക് എൻ്റെ കെട്ടിയവൻ ചോദിക്കുക, കഴുതിയൊക്കെ എത്ര വലുപ്പം ഉണ്ടാവുള്ളൂ എന്ന്. അപ്പം എങ്ങനെയുണ്ട്? അവന് ചിലപ്പോൾ ഡോങ്കി എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും കേട്ടോ. ആ സമയത്ത് അത് പറയാനുള്ള ബോധം എനിക്കുണ്ടായിരുന്നില്ല. അത് കഴുതിയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ അവരൊക്കെ പഠിച്ചിട്ടുള്ളത് ഡോങ്കി ആയിരിക്കും. നമ്മൾ പിള്ളേരിൽ നിന്നും കുറേ കാര്യങ്ങൾ അപ്പോൾ പഠിക്കേണ്ടി വരും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു അവിടുന്ന്. അവൻ കണ്ടില്ലേ, ഇപ്പം എല്ലാത്തിനും നടന്ന് ഫുഡ് കൊടുക്കുന്നുണ്ട്. ആദ്യത്തതിൽ അവൻ പഴച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവനെ കൊടുക്കാൻ നമ്മൾ നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അവൻ പിന്നെ ഇത്രയും ആക്റ്റീവ് ആയിരുന്നുണ്ടാവില്ല. നമ്മളെല്ലാവരും നിർബന്ധിച്ച് കൊടുത്ത കാരണം പിന്നെ എല്ലാത്തിനും തൊട്ടും തലോടിയും മേത്ത് വെച്ചും അവൻ ഫുൾ ആക്റ്റീവായിരുന്നു. കുഞ്ഞോൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ സിസ്റ്ററിൻ്റെ മകനാണ്. ശരിക്കും അസിയോൻ കെ സൈമൻ എന്നാണ് കേട്ടോ പേര്. പക്ഷെ ചെറുപ്പം തൊട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയാണ് വിളിക്കാറ്. പിന്നെ ചെറിയൊരു ചികിടുമണിയുണ്ട്. അവൻ്റെ പേര് സാനുട്ടൻ എന്നാണ് വിളിക്കുക. സാൻ എന്നാണ് പേര്. അവനെ പ്രീ പ്രൈമറിന്ന് എൻ്റെ നഴ്സറിയിൽ നിന്ന് ഇങ്ങോട്ട് ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടികളായിട്ട് ടൂർ പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. നമ്മളൊക്കെ ഇതിനെ കണ്ടപ്പോൾ അരയന്നം നോളിട്ടപ്പോൾ അവൻ പറഞ്ഞത് സ്വാൻ എന്നാണ്. നമ്മൾ സ്വാൻ എന്ന് കേട്ടപ്പോൾ സ്വാനാ ഇതെന്താ, പോയി ബോർഡ് നോക്കിയപ്പോഴാണ് സ്വാൻ എന്നാണ് പറയാമെന്ന് പറഞ്ഞത്. അതാണ് പറഞ്ഞ് കേട്ട് പഠിക്കുന്നതിനേക്കാളും കണ്ടു പഠിച്ചു കഴിഞ്ഞാൽ ഓർമ്മയിൽ അധികം നിൽക്കുമെന്ന് പറയുന്നത്. ആ സ്വാൻ എന്ന് പറയുന്നത് നമ്മൾ പോയി ബോർഡ് വായിച്ചപ്പോഴാണ് കേട്ടോ അതൊക്കെ മനസ്സിലായത്. ഇതകാലം മുഴുവൻ ഒരു ഇണം മാത്രമേ അതിനുണ്ടായിരിക്കുള്ളൂ. ജലത്തിലുള്ള ജന്തുക്കളും സസ്യങ്ങളും ആണ് അവരുടെ ഭക്ഷണമായിട്ട് വരുന്നത്. അതിന് ബാക്ക് ഭയങ്കര കൂടുതലാണ്. കമൻ്റടി ആയിരുന്നു. മലയാള സിനിമയിലെ ഒരു നായികേനൊക്കെ ഓർമ്മ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമ്പയർ ചെയ്തിരുന്നത്. ബോഡി ഷേമിങ് ആയിട്ട് കണക്കാക്കല്ലേ, തമാശയായിട്ട് കണക്കാക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇമ്മൂൻ്റെ അടുത്തേക്ക് പോയി. നമുക്ക് ഓരോ മൃഗങ്ങളുടെ അടുത്ത് പോകുമ്പോഴും അവർക്ക് ഫീഡ് ചെയ്യാനുള്ള ഫുഡ് തരും. നമ്മുടെ ഇടയ്ക്ക് കൂടെ അഴിച്ചു വിട്ടേക്കാണ് ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞാടിനെ
തീരെ ഹൈറ്റ് കുറവാണ്. ഇത്രയും ചെറിയ ആടിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. പക്ഷെ ആൾ പ്രഗ്നൻറ്റുമാണ്. അപ്പോൾ പ്രായമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇനം ആടാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ചെറുതായിട്ട് ക്യാരറ്റിൻ്റെ പീസസാണ് ഇപ്പോൾ തന്നേക്കുന്നത്. എമ്പും നമ്മുടെ കയ്യിൽ വന്ന് കൊത്തി തിന്നും. അപ്പോൾ അത് ഏടത്തേക്ക് കുറച്ച് പേടിയായിട്ടാണ് കൊടുക്കുന്നത്, കൈ വേദനിക്കുമെന്ന്. ആദ്യത്തെ കൊത്തിൽ തന്നെ ആളത് ഉപേക്ഷിച്ചു. അതുപോലെ തന്നെ ജോബിസിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 കൊത്ത് കൊത്തിയപ്പോൾ കൊത്തല്ലടാ എന്ന് പറഞ്ഞിട്ട് ഓളിട്ടിട്ട് പിന്നെ കൊടുക്കാൻ പോയില്ല. പക്ഷെ അവർ കറക്റ്റായിട്ട് ക്യാരറ്റ് തന്നെയാണ് കൊത്തിയെടുക്കുന്നത്. പിന്നെ പാവങ്ങളല്ലേ, കൊത്തുന്ന ചുണ്ടല്ലേ അവർക്കുള്ളത്, കൊക്കല്ലേ അവർക്കുള്ളത്, അതുകൊണ്ട് പറ്റിപ്പോണതാണ്. അതുപോലൊരു അപൂർവമായിട്ട് കണ്ടതാണ് കേട്ടോ ഈ ആടിനെ. നമ്മൾ പട്ടികളിലൊക്കെ ഷിറ്റ്സുവിനെ കാണില്ലേ, അതേപോലെയായിരുന്നു. ഇതേ നോക്കുക, ഒരു കുഞ്ഞാടുണ്ട്, ഒരു അച്ഛനും അമ്മയും കുട്ടിയാണെന്ന് തോന്നുന്നു. അതിൻ്റെ തൊപ്പയൊക്കെ കാണുമ്പോൾ എന്ത് രസമാണ്. ഇവിടെ ഒരു ഏട്ടൻ്റെ ഏട്ടത്തെയും എൻ്റെ ഏട്ടത്തെയും കൂടിയിട്ട് അതിനെ മുടി കെട്ടി കൊടുക്കലാണ്. അതിൻ്റെ കണ്ണ് കാണുന്നില്ല, മുടി വെച്ച് കണ്ണ് മറിഞ്ഞേക്കാണെന്നൊക്കെ പറഞ്ഞ് അതിനെ മുടിയൊക്കെ കോതി കൊടുത്ത് ചുന്ദരകുട്ടപ്പനാക്കി നിർത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ ഞങ്ങളുടെ പലയിനം താറാവുകളായിരുന്നു. ഞങ്ങളെ നേരിട്ട് കാണിച്ചു കൊടുക്കാനും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ഏറ്റവും നല്ലൊരു അവസരം കൂടിയാണ്. അപ്പോൾ കുട്ടികളുള്ളവരൊക്കെ ഇടയ്ക്കൊന്ന് പോവാൻ നല്ലതാണെന്ന് തോന്നുന്നു. വീഡിയോ എടുക്കുമ്പോൾ കറക്റ്റായിട്ടല്ല ഷൂട്ട് ചെയ്തതെന്ന് ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഞാനിത് താറാവ് അത് അരയന്നം എന്നൊക്കെ പറയുകയാണെങ്കിലും അത് ഏത് വിഭാഗമാണ്, എന്താണ് അതിൻ്റെ പേര് എന്നുള്ളത് പേരടക്കം ഷൂട്ട് ചെയ്യാനായിട്ട് ഞാൻ മറന്നുപോയി. കാരണം ഞങ്ങൾ ഇത്രയും പേരല്ലേ, അതേ വൈബിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുള്ള് തമാശയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞങ്ങ് നടക്കുകയായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഫോൺ ഓണാക്കിയിട്ടുണ്ടായിരുന്നു എന്നല്ലാതെ വീഡിയോ എടുക്കേണ്ട കാര്യത്തിൽ അത്ര ശ്രദ്ധിച്ചില്ല. അതിനാദ്യം തന്നെ ഒരു സോറി. ഇതൊരു വിഭാഗത്തിൽപ്പെട്ട മുയലാണ്. അതിൻ്റെ ചെവി കണ്ടാൽ അതിൻ്റെ പ്രത്യേകത മനസ്സിലാവും. നമ്മൾ സാധാരണ കാണുന്ന റാബിറ്റിൻ്റെ ചെവിയല്ല, കുറച്ച് തൊപ്പിയൊക്കെ ഉള്ള റാബിറ്റായിരുന്നു അതിലുണ്ടായിട്ടുള്ളത്. ഒരു ഉരകജീവിയാണ്. നമ്മുടെ ഉടുമ്പോ ഓന്തോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് 2 എണ്ണമല്ലേ ഈ പെട്ടിയിൽ കാണുന്നുള്ളൂ. ഇതേ അപ്പുറത്ത് ഒരെണ്ണം സ്റ്റാച്ചു കളിച്ച് നിൽക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ആ മരത്തിൻ്റെ മുകളിൽ കുറേ എണ്ണം അള്ളി പിടിച്ചിരിക്കുന്നുണ്ട്. മരത്തിൻ്റെ താഴെ ഒരു ഗുഹ പോലെയായിട്ട് അതിനകത്ത് ഒരുപാട് എണ്ണം ഇരിക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആ പെട്ടി കിടക്കുന്ന 2 എണ്ണത്തിന് മാത്രം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവർ കളറ് മാറുന്നതുകൊണ്ടാണോ ഓൻ തന്നെയാണോ എന്ന് എനിക്ക് അത്ര ഉറപ്പില്ല കേട്ടോ. അതുകൊണ്ടാണോ എന്ന് അറിയില്ല, കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇതൊരു തമിഴ് സിനിമയിലില്ലേ പരസ്പരം കൊത്തി കളിക്കുന്ന പോരുകോഴി, അങ്ങനത്തെ ഒരു പോരുകോഴിയാണ് കേട്ടോ. പിന്നെ ഇത് എൻ്റെ തറവാട്ടിൽ അമ്മ വീട്ടിലുണ്ടായിരുന്നു. മുഴുവൻ തൊപ്പുള്ള പഫുള്ള കാലൊക്കെ ഉള്ള തൂവലുള്ള കാലൊക്കെ ഉള്ള ഒരു തരം കോഴി. പിന്നെ കുറേ തരം പ്രാവുകളൊക്കെയാണ് ഈ കൂട്ടിൽ കിടക്കുന്നത്. പിന്നെ ഇത് അടുത്തൊരു ജന്തു വിഭാഗമാണ് കേട്ടോ. അതിൻ്റെ 2 കുഞ്ഞുങ്ങളെ മാരോട് ചേർത്ത് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളത് ആദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെന്താ ഇളകണമെന്ന് നോക്കിയപ്പോഴാണ് നമ്മൾ കൂടുതൽ അതിലേക്ക് ശ്രദ്ധ പോയത്. 2 കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്തിട്ടാണ് ആ അമ്മ ഇരിക്കുന്നത്. അതിൻ്റെ അച്ഛനാണെന്ന് തോന്നുന്നു. ഒരാണ് താഴെ ഇരുന്ന് അസലായിട്ട് ഞങ്ങൾക്കെതിരെ മൂത്രമൊഴിച്ച് പ്രതിഷേധം അറിയിച്ചു. കുഞ്ഞുങ്ങൾ പാൽ കുടിക്കുന്നതാണോടാ നോക്കുന്നത് എന്നുള്ള രീതിക്കായിരിക്കണം. പിന്നെ ഫോഴ്സ് കുറവായ കാരണം ഞങ്ങൾക്ക് ആർക്കും അബദ്ധം പറ്റിയിട്ടില്ല. ഞങ്ങളുടെ മേത്തൊന്നും എത്തിയില്ല എന്ന് പറയാം. പിന്നീട് അവിടെ നിന്ന് കുറേ തരം പക്ഷികളായിരുന്നു, ലവ് ബേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ നടന്ന് കണ്ടു. ഫാം വില്ല സ്ഥിതി ചെയ്യുന്നത് ചാവക്കാടാണ്. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും മറൈൻ വേൾഡ്, അതിനടുത്ത് തന്നെയാണ്. ഇതുവരെ മറൈൻ വേൾഡ് പോകാത്തവരെ 2ഉം കൂടി ഒന്നിച്ച് പോവാം. ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ശരിക്കും അന്യൻ്റെ വീട്ടിലെ കലഹം കാണാൻ ഇഷ്ടപ്പെടുന്ന മലയാളീസ് ആയിട്ടുണ്ട്. കാരണം അവർ തമ്മിൽ എന്താ പറയുക, പൂര ഫൈറ്റായിരുന്നു. അതിനകത്ത് നല്ല ഒച്ചയിട്ടിട്ട് വഴക്ക് പറയാണ്, പരസ്പരം കൊത്തുകൂടാൻ നോക്കുന്നുണ്ട്. എന്തോ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പിണക്കാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. ഭാര്യയും ഭർത്താവുമായ അങ്ങനെ തന്നെയാണ്, പ്രശ്നമില്ല, കാര്യമൊക്കെ ഉണ്ടാന്നൊക്കെ. ഒരാൾ അടുത്ത് വരുമ്പോൾ മറ്റാൾ പറന്നു പോവാണ്. ഒടുക്കത്തെ ഫൈറ്റായിരുന്നു തോന്നുന്നു. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഇവിടെ സമയം അനുവദിച്ചിട്ടുള്ളത്. പക്ഷെ രാവിലെ പോവാം, കുഴപ്പമില്ല. പക്ഷെ ഉച്ചനേരം കഴിവതും പോവാതിരിക്കുകയാണ് നല്ലത്. കാരണം ഒക്കെ ഓപ്പൺ സ്പേസാണ്. നമുക്ക് ഷെഡൊന്നും കെട്ടിയിട്ടല്ല. നമ്മൾ നടന്നു പോകുന്നതും മൃഗങ്ങൾ സഞ്ചരിക്കുന്നതും ഒക്കെ ഓപ്പൺ സ്പേസിലാണ്. അപ്പോൾ ഈ സമയത്ത് ചൂട് കൂടുതലായ കാരണം ഒരുവിധം എല്ലാവരും വൈകിട്ടോ രാവിലെ ആയിട്ട് പോകാൻ ശ്രദ്ധിക്കും. അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നടന്നപ്പോഴേക്കും ഒരു കൂടുണ്ടാക്കിയിട്ട് അതിനകത്ത് കുറേ പക്ഷിക്കുട്ടികളെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഫുഡും തന്നിട്ട് നമ്മളെ കയറ്റി വിടും. സ്വതവേ എനിക്ക് പക്ഷികളോട് കുറച്ച് അകൽച്ച ആയതുകൊണ്ട്, പിന്നെ
മൃഗങ്ങളാണെങ്കിൽ ഞാനത് തൊട്ട് നോക്കുകയെങ്കിലും ചെയ്യും. പക്ഷികളേനെ എനിക്ക് ഭയങ്കര അകൽച്ച ചെയ്തുകൊണ്ട് ഞാൻ അകത്തേക്ക് കയറിയില്ല. അപ്പോൾ കയറിയവരുടെ അവസ്ഥ നോക്ക്. ഇപ്പോൾ ഇതെൻ്റെ ഏട്ടത്തിയാണ്. ആളുടെ കയ്യിലും പുറത്തും വരെ ഒരെണ്ണുണ്ട്. കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ മൂപ്പരാൾ പുറത്ത് മുടിയൊക്കെ കൊത്തി വലിച്ചു തുടങ്ങി. അത് എത്ര എണീക്കിയിട്ടും പോകുന്നില്ല. നമ്മുടെ ഡ്രസ്സിൻ്റെ മുകളിലിരിക്കുന്ന പോലെ അല്ലല്ലോ നമ്മുടെ ദേഹത്ത് വന്നിരിക്കുമ്പോൾ. അപ്പോൾ അവൾക്ക് തന്നെ ഒരു ഇക്കിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കയ്യത്തെ നല്ല അടങ്ങി ഒതുങ്ങി കയ്യിലുള്ള ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഞാനൊഴിച്ച് എൻ്റെ ഗ്യാങ്ങിൽ എല്ലാവരും ഇതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ കുറച്ച് ഫുഡ് തരും. അപ്പോൾ കൈ നിവർത്തിയിട്ട് നമ്മൾ ആ മരത്തിൻ്റെ അവിടെ ചെന്ന് നിൽക്കുകയാണെങ്കിൽ അവർ ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ കയ്യിലേക്ക് കയറിയിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കൈ കാണിച്ചിട്ട് മെല്ലെ എടുത്താലും നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. മേത്തും തലയിലൊക്കെ കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അകത്ത് കയറി കിളികളേനായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുത് മുതൽ വലുത് വരെ എല്ലാവരും കയറിയിട്ടുണ്ട്. സാനുട്ടൻ്റെ പിന്നെ ഒട്ടും പേടിയില്ല. പക്ഷികളേനൊക്കെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. മേത്ത് വെച്ചൊന്നുമില്ല. പക്ഷെ മൂപ്പരാൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവൻ്റെ ഷൂസിൽ മണ്ണ് വാരിയിടലും കളികളൊക്കെ ആയിരുന്നു. കുഞ്ഞും പിന്നെ എല്ലാത്തിനും എടുക്കണം വയ്ക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനടുത്ത് ഫോട്ടോഷൂട്ടൊക്കെ നടന്നു. എല്ലാവരുടെ കയ്യിലും കിട്ടിയിട്ടുണ്ട്. നല്ല ക്യൂട്ടാണല്ലേ. ഒരുവിധം എല്ലാ കളേഴ്സും ഉണ്ട് അതിൻ്റെ മേത്ത്. ഓറഞ്ച്, മഞ്ഞ, പച്ച എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും അതിനായിട്ട് കളിച്ചുകൊണ്ട് ഞാനിവിടെ പുറത്ത് നടന്ന് പുറത്തെ കാഴ്ചകളും അവരുടെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ കൂടിൻ്റെ ഉള്ളിൽ ഞാൻ പുറത്തു വേണേ. ഞാൻ ഈ ചാവക്കാട് എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ജില്ലയ്ക്ക് പുറത്തുള്ളവർക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. ചാവക്കാട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. നിങ്ങൾക്ക് ഗുരുവായൂർ പറഞ്ഞാൽ കുറച്ചും കൂടി കേട്ടിട്ടുണ്ടാവും. ഗുരുവായൂരിന് അടുത്തുള്ളൊരു സ്ഥലമാണ് കേട്ടോ ചാവക്കാട്. അപ്പോൾ വരുന്നവർ അങ്ങനെ നോക്കി വരിക. ഒരു ഫുൾ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് വരിക. മറൈൻ വേൾഡും ഫാം വില്ലയും ചാവക്കാട് ബീച്ചും ഗുരുവായൂർ അമ്പലമൊക്കെ ആയിട്ട് ഒരു ഫുൾ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് പോരെ. അപ്പോൾ നമ്മളവിടെ നിൽക്കുന്നത് തന്നെ വേറൊരു ഫാമിലി കയറി. അതുകൊണ്ട് നമ്മൾ മെല്ലെ ഇറങ്ങി പോന്നിട്ടുണ്ട്. അവർക്ക് അവരുടെ ടൈം എൻജോയ് ചെയ്യണമല്ലോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നടന്നു പോകുന്ന വഴിയൊക്കെ മണലാണ്. അവിടെ തന്നെ ഒരുപാട് പേര് വന്നു പോകുന്നതാണ്. പക്ഷെ അതിൻ്റേതായിട്ടുള്ള വേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. സോ ക്ലീൻഡാണ്. പെർഫെക്റ്റ് എന്ന് പറയില്ലേ, അതുപോലെയാണ്. നമ്മൾ ചില നേരത്തെ ഈ ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെ ഒക്കെ അടുത്ത് പോകുമ്പോൾ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേ, അവരുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം. അങ്ങനത്തെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവർ അത്രയും നീറ്റായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഒട്ടകപക്ഷിയുടെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് എന്നെ ഒരാൾ ഹലോ എന്ന് വിളിച്ച്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ തത്തയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കിണഞ്ഞ് പരിശ്രമിച്ചു. മൂപ്പരാൾ പറഞ്ഞില്ല. പിന്നെ അവസാനം എന്തോ ഒരു വാക്ക് പറഞ്ഞു. അതിട്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ല. പിന്നെ ഓരോന്നിൻ്റെ അടുത്ത് നിൽക്കുന്ന അവരുടെ സ്റ്റാഫാണെങ്കിലും നല്ല ബിഹേവിയർ ആയിരുന്നു. നമുക്ക് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ജീവികളെയും കയ്യിലെടുക്കാൻ തരും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും. അല്ലെങ്കിൽ അവരിങ്ങോട്ട് ചോദിക്കും, ചേച്ചി ഇതിനെടുക്കട്ടെ, ഇതിനെ തരട്ടെ എന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് ചിലരൊക്കെ ഇല്ലേ, അവരുടെ പണിയാണെങ്കിൽ കൂടി അത് ശരിക്കും ചെയ്യാത്ത ആൾക്കാരുണ്ടായിരിക്കും. ഇവരൊക്കെ നല്ല ബിഹേവിയർ ആയിരുന്നു. നമ്മുടെ അടുത്ത് ചിരിച്ച് കളിച്ച് നമ്മളിൽ ഒരാളായിട്ട് നിന്നിട്ട് നമുക്ക് ഫുഡ് തരും. നമ്മളെ കൊണ്ട് ഫീഡ് ചെയ്യിപ്പിക്കുകയും നമുക്ക് പേടിയുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല എടുക്കുക വയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇതുവരെ കണ്ടിട്ടുള്ളതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് ബേർഡ്സും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കോഴികളൊക്കെ കണ്ടപ്പോൾ ചോദിച്ചു ഓക്കെ നോർമലല്ലേ, ഒരുവിധം വീടുകളിലൊക്കെ ഉണ്ട്. പക്ഷെ കാണാത്ത തരം കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇത് മുള്ളൻപന്നിയാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ അത് മൊത്തത്തിൽ ചുരുണ്ട ഒരു ബോൾ പോലെ ആയിട്ട് ഇങ്ങനെ ഉരുണ്ടു പോവും. അങ്ങനത്തെ ഒരു മൃഗമാണെന്നാണ് പറഞ്ഞത്. ഇത് കണ്ടോ, ഇതിന് ഷുഗർ കെയിൻ അങ്ങനെ എന്തോ പറഞ്ഞു. എന്ത് സോഫ്റ്റാണെന്നറിയോ. ഈ അണ്ണാൻ്റെയൊക്കെ വേറൊരു രൂപമാണ്. എന്ത് ക്യൂട്ടാണെന്നറിയോ. ക്യൂട്ട് വ്യാവയായിരുന്നു. അപ്പോൾ അതിനൊക്കെ ആ കുട്ടി ഭയങ്കര ഹെൽപ്പായിരുന്നു. ഇതിനെ പുറത്തേക്ക് എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ മാറി മാറി വെച്ച് തരികയൊക്കെ ചെയ്തു. ഒരു മടുപ്പോ ദേഷ്യമോ ഒന്നും ഇല്ലാണ്ട് ചിരിച്ച് ഞങ്ങളിൽ ഒരാളായിട്ട് തന്നെയായിരുന്നു അവൻ നിന്നത്. പേരോ കാര്യങ്ങളോ ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ അങ്ങനത്തെ സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ബിസിനസ്സോ സ്ഥാപനം എന്തായിക്കോട്ടെ, സ്റ്റാഫാണല്ലോ മുഖ്യം. കസ്റ്റമർ കെയർ സർവീസൊക്കെ ആണല്ലോ മുഖ്യം. അതുകൊണ്ട് നല്ല പോസിറ്റീവ് വൈബ് തന്നെയായിരുന്നു. ആ രണ്ടെണ്ണത്തിനെ ഒരുവിധം എല്ലാവരും മാറി മാറി എടുത്തിട്ടുണ്ട്. കൈകളിൽ നിന്നും കൈകളിലേക്ക് ഓടി പോവുമായിരുന്നു. സാനുട്ടം പിന്നെ എല്ലാം തോള് വിളിക്കി വേണ്ട എന്നാണെങ്കിലും കുഞ്ഞോൻ എല്ലാത്തിനും എടുത്തിട്ടുണ്ട്. അവൻ അതിനുള്ള പ്രായമുള്ളൂ കേട്ടോ. പേടിയുള്ള സമയമാണ്. കുഞ്ഞ് എല്ലാത്തിനും കയ്യിലൊക്കെ വയ്ക്കുന്നുണ്ട്. എന്നാൽ ചെറിയ പേടിയൊക്കെ ഉണ്ട്. എന്നാലും എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം അവനുള്ളതായിട്ട് തോന്നി.
എൻ്റെ ഏട്ടൻ്റെ ഏട്ടത്തിയാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, ആൾ ഭയങ്കര മൃഗസ്നേഹിയാണ്. നമ്മൾ ആലുവയിലൊരു സിനിമയ്ക്ക് പോയപ്പോൾ അതിനടുത്തൊരു പെറ്റ് ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് അതിനുള്ളിലുള്ള എല്ലാത്തിനെയും കൈയിട്ട് തൊട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത്ര ഇഷ്ടമാണ് മൂപ്പരാൾക്ക്. അവിടെ ഒരു ജോലി കിട്ടിയാൽ കൊള്ളാം എന്നുള്ള രീതിക്ക് അത്ര എൻജോയ് ചെയ്തിട്ടുണ്ട്. അവൾ കുറേ ആയി പറഞ്ഞു കേട്ടോ, അവൾ എൻ്റെ കെട്ടിയവനും കുറേ ആയി പറഞ്ഞു നമുക്ക് പോകണം എന്നൊക്കെ. ഞങ്ങൾക്ക് പേടിയായി കാരണം ഞങ്ങൾ വേണ്ടാന്ന് വെച്ചേക്കുമായിരുന്നു. പക്ഷെ എന്നാലും നല്ലതായിരുന്നു. നല്ലൊരു എന്താ പറയുക, എനിക്ക് പേടിയായിട്ട് കൂടി ഞാൻ കുറേ സാധനങ്ങളിനൊക്കെ തൊടുകയൊക്കെ ചെയ്തു. ഇതേ ഏടത്തിയുടെ തലയിൽ വെച്ച് കൊടുത്തതാണ്. അത് അരിക്കുന്നതിനനുസരിച്ച് മൂപ്പരാൾക്ക് പേടി വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിനെടുത്തതിന് ശേഷം ഏടത്തി പറയാണ്, ലാനിയടുത്ത് പറയാണ്, എൻ്റെ പിന്നിൽ എന്താ ഇരിക്കണ പോലെ ഉണ്ടോ, നോക്കി എന്തോ അവിടെ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടോ, ഒരു കയ്യിൽ നിന്ന് ഒരു കയ്യിലേക്കൊക്കെ എന്ത് രസത്തിലാണ് പോകുന്നത് നോക്കി. അതിനെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. എലിയാണോ അല്ല, പക്ഷെ എന്നാലൊരു എന്താ പറയുക, ഒരു കൗതുകമുള്ള പോലത്തെയാണ് കേട്ടോ. എനിക്ക് എന്താ അതിൻ്റെ പേരെന്ന് കറക്റ്റ് ഓർമ്മയില്ല. ഷുഗർ എന്ന് വെച്ചിട്ടാണ് അതിൻ്റെ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്നതിൻ്റെ പിന്നിലായിട്ട് ഓരോ കൂട്ടിൽ ഓരോ സാധനങ്ങളതിനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് മഞ്ഞ തവളയാണ്. അതിൻ്റെ അകത്ത് കുറേ കല്ലൊക്കെ ഉള്ള കാരണം കറക്റ്റായിട്ട് മനസ്സിലായില്ല. ഇത് കണ്ടോ, ഓപ്പണായിട്ട് വെച്ചേക്കുന്ന തേളിനൊക്കെ ഞാനപ്പോൾ ചോദിക്കുകയായിരുന്നു, തേളൊന്നും ഇത് ചാടി വരില്ലേ അല്ലെങ്കിൽ മുകളിൽ കയറില്ലേ എന്നൊക്കെ. ഇതെന്തോ അണലിപ്പാമ്പാണോ അറിയില്ല, ചെറുതാണ്. എനിക്ക് പേര് കറക്റ്റ് അറിയില്ല, പക്ഷെ എന്ത് ചെറുതാണെന്നറിയോ. ഇതെന്തോ തരം ഉരകജീവിയാണ്. ദേ നമ്മുടെ കഴുത്തിലൊക്കെ ഇട്ടിട്ടുള്ള പാമ്പാണ്. അതിൻ്റെ വീഡിയോ ഒക്കെ പിന്നാലെ വരുന്നേ ഉള്ളൂ. ഇതിനെയാണ് ഇപ്പോൾ നമ്മളെല്ലാവരും മാറി താഴെയുള്ളതിനെയാണ് നമ്മളെല്ലാവരും മാറി എടുത്തിട്ടുള്ളത്. ആ ഷുഗർ കെയിൻ എന്നൊക്കെ പറഞ്ഞില്ലേ അത്. ഇതേ പാമ്പിൻ്റെ കൂട് തുറന്ന് നമുക്ക് എടുത്തു തന്നിട്ടുണ്ട്. ഇവർ ഓൾറെഡി ഒരു വട്ടം പോയിട്ടുണ്ട് കേട്ടോ, 2 ഏട്ടന്മാരും ഏട്ടത്തിമാരും. എന്നാലും കൂട്ടത്തിൽ ധൈര്യമുള്ളൂ എന്നുള്ള രീതിക്ക് സൈജേട്ടൻ തന്നെയാണ് ആദ്യം തുടങ്ങി വെച്ചിട്ടുള്ളത്. മൂപ്പരാൾ കഴുത്തിലിട്ട് സിമ്പിളായിട്ട് ഇതൊക്കെ എന്ത് എന്നുള്ള രീതിക്കാണ് നിന്നായിരുന്നത്. അവിടെ പിന്നിലൊരു ചേട്ടൻ കമ്പ് വെച്ചിട്ട് മറ്റേ ചേട്ടൻ്റെ പിന്നിലിട്ടിട്ട് മറ്റേ ചേട്ടനെ പേടിപ്പിക്കാൻ നോക്കിയതാണ്. അതിൻ്റെ ഒച്ചയും ബഹളമാണ് കേട്ടോ അവിടെ കേൾക്കുന്നത്. ഒരാളിട്ടപ്പോൾ പിന്നെ എല്ലാവർക്കും ഇടണം നോക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ വന്നു. ഇവിടുന്ന് എൻ്റെ കെട്ടിയൻ പോകുന്നതേ പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യണം എന്നൊക്കെ. അതുകൊണ്ടാണ് എനിക്ക് പോകാനൊരു മടി ഉണ്ടായിരുന്നത്. കാരണം എന്തായാലും കഴുത്തിൽ ഇടിപ്പിക്കും എന്നറിയായിരുന്നു. അപ്പം അടുത്തത് എൻ്റെ കെട്ടിയനാണ് ഇട്ടിട്ടുള്ളത്. ആദ്യം കുറച്ച് ധൈര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും തല അടുത്തേക്ക് വരുമ്പോൾ കുറച്ച് പേടിയൊക്കെ തോന്നുന്നുണ്ട്. അത്യാവശ്യം ധൈര്യത്തിലൊക്കെയാണ് ഇട്ടതെങ്കിലും പാമ്പിൻ്റെ മുഖം നമ്മുടെ മുഖത്തോട് അടുത്തൊക്കെ വന്നപ്പോൾ മൂപ്പരാൾ എടുക്ക് എന്നൊക്കെ പറഞ്ഞ് ഓളിയിട്ട് കേട്ടോ. ഇതിനെയാണ് നമ്മൾ കയ്യിലെടുത്ത് അത് കണ്ടോ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുകയാണ്. പിന്നെ എല്ലാവർക്കും ഓക്കെ, നമുക്ക് ചെയ്യാം, ധൈര്യം ഉണ്ട് എന്നൊക്കെയുള്ള രീതിക്ക് ഓരോരുത്തർ മുന്നോട്ട് വന്നു തുടങ്ങി. അങ്ങനെ സിജിമോളാണ് അടുത്തതിട്ടത്. അതുകൊണ്ട് എനിക്ക് ഇടണമെന്നുണ്ട്, പക്ഷെ എന്നാൽ പേടിയാണ്, അറപ്പുമാണ്. എനിക്ക് എൻ്റെ ദേഹത്ത് തുറന്നത് അറപ്പുമാണ്. അപ്പം അടുത്തത് ചേട്ടനാണ് ഇട്ടത്. ആളും കൂസലില്ല, അത് അതിനെന്താ ഇട്ടോ. ഞങ്ങൾ കമൻ്റ് അടിക്കുകയായിരുന്നു, മാല ഇടുന്ന പോലെ എടുത്തോ എന്നുള്ള രീതിക്കാണ് മൂപ്പരാൾ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇടത്ത് ഇടാൻ നോക്കി. അവൾക്കും കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇടണ വരെ ഒരു പേടിയുള്ളൂ, ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ കുഴപ്പമില്ല, ഓക്കെ സെറ്റാണ്, കുഴപ്പമില്ല എന്നുള്ളൊരു രീതിക്കൊക്കെ വരുന്നുണ്ട്. ഞാൻ ഇട്ടു. ആൾ മുടി പരത്തിട്ട് കാരണം അത്ര കറക്റ്റായിട്ട് കാണുന്നില്ല. ആൾ തലയൊക്കെ ഇളക്കി നോക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നാവൊക്കെ പുറത്തേക്ക് ഇടുന്നൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പേടിയൊക്കെ വരുന്നുണ്ട്. കാണുമ്പോൾ എലിയെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സാധനമാണ്. എലി തന്നെയാണ്, പക്ഷേ ഈ വിഭാഗത്തിൽപ്പെട്ട എലിയുടെ മാക്സിമം വലിപ്പം എന്ന് പറയുന്നത് ഇതാണത്ര. കണ്ടാൽ കുഞ്ഞിത് അത് ഓടി നടക്കുന്നത് നമുക്ക് അത്രയേ ഉള്ളൂ. പക്ഷെ ആ വിഭാഗത്തിൽപ്പെട്ട എലികളിൽ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും പ്രായം ചെന്ന എലികളാണ് അത്. പിന്നെയും നമ്മൾ കൂട്ടിലിട്ട സാധനങ്ങൾ ഓരോന്നിനായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പകുതിക്ക് വെച്ച് നിർത്തിയതായിരുന്നു. എന്തോ ഒരു പാമ്പൊക്കെ കിടക്കുന്നുണ്ട്. ഇത് പക്ഷെ നല്ല വലുപ്പമുണ്ട് കേട്ടോ. ഇതിനൊക്കെ കയ്യിലെടുത്ത് വരുമെന്ന് അറിയില്ല. ഏകദേശം ഇതിനാന്ന് തോന്നുന്നു നമ്മളെല്ലാവരും എടുത്ത് കഴുത്തിലിട്ടത്. അത് കഴിഞ്ഞിട്ട് ഓന്ത് പോലത്തെ ഒരു ഉരകജീവിയാണ്. ഇത് കണ്ടപ്പോഴാണ് ശരിക്കും നമ്മൾ കയ്യിൽ വെച്ചപ്പോൾ ഡമ്മി പാമ്പ് പോലെ ഇളകാതെ നിൽക്കണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനൊക്കെ വെക്കാനുള്ള ധൈര്യം കിട്ടണമെങ്കിൽ കുറച്ചുണ്ട്. കാരണം അത് നന്നായിട്ട് മൂവ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. മറ്റേതും അതെ കേട്ടോ, മറ്റേത് നാവൊക്കെ പുറത്തേക്ക് ഇടണം, തല വെട്ടിക്കണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കുറച്ചും കൂടി ആക്റ്റീവാണ്. ചിലപ്പോൾ ഏതെങ്കിലും വിഷമുള്ള ജന്തുക്കളോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇതൊരു പ്രത്യേകതരം ജീവിയാണ് കേട്ടോ. ദിവസത്തിൽ 4 മണിക്കൂറേ എഴുന്നേറ്റിരിക്കുള്ളൂ. ബാക്കി 20 മണിക്കൂറും മൂപ്പരാൾ ഉറക്കമായിരിക്കും. കുംഭകർണൻ്റെ വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് തോന്നുന്നു. 24 മണിക്കൂറിൽ 20 മണിക്കൂർ ഉറങ്ങി 4 മണിക്കൂർ എണീറ്റിരിക്കുന്ന ജീവിയാണ്.
അത് കഴിഞ്ഞിട്ട് ഇതേ ഞങ്ങളുടെ ലാനിമോളും കഴുത്തിലിട്ടിട്ടുണ്ട്. കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സൈച്ചേട്ടൻ ഫുൾ മോട്ടിവേറ്റ് ആണ്. ഒന്നുമില്ല, ഇതൊക്കെ ചീല കേസ് ഇട്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കഴിഞ്ഞിട്ട് അവസാനം ഞാനാണ് ഇട്ടത്. പക്ഷെ വീഡിയോ എടുക്കാൻ മറന്നുപോയി, ഒരു ഫോട്ടോ മാത്രമേ കിട്ടിയുള്ളൂ. പിന്നെ പേർഷ്യൻ പൂച്ചകളുടെ സ്ഥലത്തേക്കാണ് കേട്ടോ എത്തിയത്. ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടാവും. ഞാൻ കുറേ ബൈറ്റ്സ് എടുത്തിട്ട് അതെല്ലാം കൂടി എഡിറ്റ് ചെയ്തേക്കാണ്. പേർഷ്യൻ പൂച്ച ഇത് നോക്കി എന്ത് സുഖത്തിൽ അതിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തർ തൊടുമ്പോൾ അനങ്ങാതെ സുഖത്തിൽ നമ്മൾ തൊടുന്നതിനനുസരിച്ച് എന്താ പറയുക, ഇങ്ങനെ ആസ്വദിച്ചിരിക്കണം. അതൊക്കെ കാണുമ്പോൾ തോന്നും മൃഗങ്ങളെ വാങ്ങിക്കണം, വളർത്തണം എന്നുള്ളതൊക്കെ. പക്ഷേ ഇതിങ്ങനെ ഒതുങ്ങിയിരിക്കുകയാണെങ്കിൽ മാത്രമേ ഇഷ്ടം ഉണ്ടാവുള്ളൂ എന്ന് മാത്രം. അതിനൊരു ഇതെല്ലാവരും മാറി മാറി എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാനും തൊട്ട് നോക്കിയിട്ടും തലോടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോന്നിനും കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. മറ്റേതിന് അധികം തൊപ്പിയൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ ഉള്ളതിനൊക്കെ കുറച്ചധികം തൊപ്പുണ്ടായിരുന്നു. അതിനെയാണ് എല്ലാവരും മാറി മാറി എടുത്തത്. കണ്ടോ, അത് ഉറങ്ങുന്ന പോലെ ആസ്വദിച്ച് കിടക്കുകയാണ് വാലക്കാട്ടി. പിന്നെ കുറേ പേര് കിടന്ന് സുഖ ഉറക്കത്തിലാണ്. ആ മൂലക്കിരിക്കുന്നതിനെ എടുത്ത് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. പിന്നെയുള്ള മങ്കി പെന്നോ ചെറുതാണ്. ഇത് ശരിക്ക് മങ്കിയാണ് കേട്ടോ. നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് വലിയ സൈസുള്ള മങ്കിയല്ലേ. ഇത് അണ്ണാൻകുട്ടിയുടെ അത്രയേ ഉള്ളൂ. പക്ഷേ ഇത് ശരിക്കും കുരങ്ങനാണ്. അതങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടക്കുന്നുണ്ടായിരുന്നു. ഫുൾ ബ്ലാക്ക് കളറാണ്. ഏതോ ഒരു വിഭാഗത്തിൽപ്പെട്ട കുരങ്ങ് വർഗ്ഗമാണ്. വളരെ വേഗത്തിൽ ഓടുന്ന കാരണം ക്യാമറ എങ്ങോട്ടാ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ള ഡൗട്ടായിരുന്നു. പിന്നെ കുറച്ച് ലവ് ബേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ആവശ്യപ്രകാരം ആ ചേച്ചി ആ വലിയ പൂച്ചേനെ എടുത്ത് തന്നിട്ടുണ്ട്. ശരിക്കും അത് കാണുമ്പോൾ കടുവയുടെയും പുലിയുടെയൊക്കെ ഒരു ഗാംഭീര്യമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വെയിറ്റും ഉണ്ട്, നല്ല തൊപ്പയുണ്ട്. കാണാൻ തന്നെ ഒരു പ്രത്യേക ലുക്കല്ലേ, പല കളേഴ്സൊക്കെ മിക്സായിട്ട്. പക്ഷെ ആശാൻ കുറച്ച് അപകടകാരിയാണ്. മറ്റവൻ നല്ല ക്യൂട്ട് കുട്ടിയായിട്ട് ഒതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. ആളിന് എന്തോ ഒരു വിറ പോലെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ചിലപ്പോൾ ഉറക്കത്തിലെങ്ങാനും ആയിരുന്നിരിക്കും. ഇടതി എടുക്കാൻ ശ്രമിച്ചു, പക്ഷെ വെയിറ്റ് ഉണ്ട്. പിന്നെ ആളാകെ കൂടി വിറയ്ക്കുന്ന പോലെയാണെന്ന് പറഞ്ഞിട്ട് ആൾക്ക് പിന്നെ എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നി. അതിനെ തിരിച്ച് കിടത്തി. ചിലപ്പോൾ ഉറക്കത്തിലെങ്ങാനും ആയിരുന്നിരുന്ന കാരണമായിരിക്കും നമ്മളതിനെ തിരിച്ചു കൊടുത്തു. പിന്നെ അവിടുന്ന് പിന്നെയും കുറച്ച് പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു. ലവ് ബേർഡ്സിനെ മാത്രമേ എനിക്ക് കാര്യമായിട്ട് അറിയുള്ളൂ. ഞങ്ങളുടെ തറവാട്ടിൽ പപ്പയുടെ വീട്ടിൽ ഞങ്ങൾ ചെറിയ കുട്ടിയായിട്ടിരിക്കുമ്പോൾ അവിടെ ലവ് ബേർഡ്സിനെ വളർത്താറുണ്ടായിരുന്നു. ഇതൊരു ഉരകജീവിയാണ്. കണ്ടാൽ മുതലയുടെ ഒക്കെ ഇപ്പോൾ അത്ര ഉണ്ട്, അത്രയില്ല, പക്ഷെ അതിൻ്റെ ഒരു മിക്സാണ്. മുതലയുടെ പോലെയുണ്ട്, എന്നാൽ മുഖമൊക്കെ കാണുമ്പോൾ എന്തോ ഒരു ലിസാർഡിൻ്റെ ഒക്കെ ഒരു പോലെയുണ്ട്. ലിസാർഡിൽ തന്നെ വലിയ എന്തോ ആണെന്ന് തോന്നുന്നു. അതിനെ തൊടാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. കൂട് തുറന്നേക്കാണ്. ഇത് ഇറങ്ങി വരില്ലേ എന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ശ്വാസം വിടുന്നതൊക്കെ കാണുമ്പോൾ ചാടിയെങ്കിലോ എന്നൊക്കെ പേടിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ നിന്നത്. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും തൊട്ടു. ഭയങ്കര കട്ടിയാണ് അതിൻ്റെ തോലിനെ. മുതലേനെ ഒന്നും തൊട്ടിട്ടില്ല, അതുകൊണ്ട് അറിയില്ല കമ്പയർ ചെയ്യാൻ. പക്ഷെ ഭയങ്കര കട്ടിയായിരുന്നു അതിൻ്റെ തോലിന് ഉണ്ടായിരുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിരുന്നു തേളിനെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇടത്തി അതിനെ തൊട്ടുകൊണ്ടിരിക്കുന്ന നേരത്ത് സൈചേട്ടൻ പേടിപ്പിക്കുകയാണ്, ഇതേ താഴെ തേള് എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ലാസ്റ്റ് നമ്മളൊരു ഫാമിലി ഫോട്ടോ അല്ല, നമ്മുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് വന്നു. അവരേനൊക്കെ അവരവരുടേതായിട്ടുള്ള വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു. ചേച്ചീനെയും പിള്ളേരേനെയും വീട്ടിൽ കൊണ്ടാക്കി, ഏട്ടന്മാരേനെയും ഏട്ടത്തിമാരേനെയും വീട്ടിൽ കൊണ്ടാക്കി, ഏടത്തിനെ ട്യൂഷൻ സെൻറ്ററിൽ ഇറക്കി, ഏട്ടനെ വീട്ടിലാക്കി. അവനൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഏട്ടത്തിനെ ട്യൂഷനിൽ എടുക്കാൻ വേണ്ടി പോയപ്പോൾ മമ്മീനെ ഏറ്റു പോയിട്ടുണ്ടായിരുന്നു. കുന്നംകുളത്ത് റോയലിൻ്റെ അടുത്ത് ഹൈ ഫ്രൈ എന്ന് പറഞ്ഞൊരു കടയിൽ നിന്ന് നമ്മൾ ഫലൂദയും അതുപോലെ 2 ലോഡഡ് ഫ്രൈസും കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു പോന്നു. പിന്നെ ഏട്ടൻ്റെ മീറ്റിംഗ് കഴിഞ്ഞ് പിക്ക് ചെയ്തിട്ട് പിന്നെയും നമ്മൾ പുറത്ത് പോവാണ്. ചൂണ്ടലൊക്കെ പോവാണ്. മാജിക് ഫ്രെയിംസ് തുടങ്ങിയിട്ടുണ്ടല്ലോ ചൂണ്ടലിലെ കേദാർ മാളിൽ. അങ്ങനെ മാള് കാണണം. അതുപോലെ മാജിക് ഫ്രെയിംസിൽ കയറി ഒരു സിനിമയ്ക്ക് പോകണം. അതേപോലെ തന്നെ നമുക്ക് ചിക്കൻ കഴിക്കണം. കാരണം ബാംഗ്ലൂർ വന്ന് KFC കഴിക്കുമ്പോൾ നമുക്ക് കൊളസ്ട്രോ കിട്ടില്ല. കൊളസ്ട്രോ എന്താ കിട്ടാത്തതെന്നുള്ള അന്വേഷണത്തിൽ നമ്മൾ എന്ന് നാട്ടിൽ പോകണോ അന്ന് നമ്മൾ KFC അല്ലെങ്കിൽ ചിക്കൻ കഴിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചിക്കനൊക്കെ കഴിച്ച് പുഷ്പക വിമാനമാണ് സിനിമ കണ്ടത്. തിയേറ്ററിൽ പോയാൽ പോപ്കോൺ മിസ് ചെയ്യാത്തവരല്ലേ നിങ്ങളും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.